ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വെൽക്കം. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഞാൻ കുറച്ച് ചെറിയ എക്സാമ്പിൾസ് പറയാം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഡ്രീം ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണോ അല്ല അതെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണോ. ഓൾദോ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് മൈൻഡിൽ നമുക്ക് നെഗറ്റിവിറ്റിയോ നെഗറ്റീവ് തോട്ട്സോ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിത്തിങ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എനർജി ഓൾവേസ് ഫ്ലോ ത്രൂ ലോ റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം യു മേ നീഡ് ടു റിയലി പുട്ട് എ ഗ്രേറ്റ് എഫേർട്ട് ടു ബി ഡിസിപ്ലിൻ ആൻഡ് ടു ഡു തിങ്സ്. പക്ഷേ നെഗറ്റീവായി തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ ലേസി ആയിട്ട് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാനും മേ ബി ഈസി ആയിരിക്കും, ബിക്കോസ് അത് നമുക്ക് നാച്ചുറലി നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഏതിനാണ് ലോ റെസിസ്റ്റൻസ് ഉണ്ടാവുക? നാച്ചുറലി ഇത് ലോ റെസിസ്റ്റൻസ് വിൽ ബി ഒന്നും ചെയ്യാതെ എല്ലാം നീട്ടി വെച്ചിട്ടുള്ള നമ്മളെ ലേസിനെസ് ഒരു പ്രൊക്കാസ്റ്റിനേഷൻ ആയിരിക്കും ലീസ്റ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത? നാച്ചുറലി the thing that we don't want to happen, right? അപ്പോൾ അവിടെയാണ് നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങും അല്ലെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ഡിസിപ്ലിനും വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പം നമ്മൾ അറിയാതെ തന്നെയായിരിക്കും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. ഞാനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഇറ്റ്സ് റിയലി ടുക്ക് എൻ എഫേർട്ട് ഫോർ മീ ടു സ്റ്റാർട്ട് നോട്ടീസിങ് മൈ തോട്ട്. അതായത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ചിന്തയെ ഡൈവേർട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പ്രാക്ടീസ് വേണം. അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അതായത് നിങ്ങൾ ക്യാച്ച് യുവർ തോട്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ടേക്കിംഗ് എ ലോങ് ടൈം ടു ഫിനിഷ്. അതായത് ഞാൻ എൻ്റെ പാട്ടെല്ലാം ചെയ്തു, പക്ഷേ ടീംസിൻ്റെ കോൺട്രിബ്യൂഷൻസും വേണ്ടതുകൊണ്ട് അതർ ആൾക്കാരും ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നീങ്ങുന്നേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഫ്രസ്ട്രേഷനാണ്. അതായത് ദിസ് റിയലി ട്രൈങ് ടു കൺട്രോൾ ദ ഔട്ട്കം. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കണം, എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ സൈഡല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐ കാൺ റിയലി കൺട്രോൾ ദ അതർ പേഴ്സൺ. സോ ബട്ട് ഞാൻ ആ ഔട്ട്കമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അതായത് ഐ ഷുഡ് ഫിനിഷ് ദിസ് ബൈ ദിസ് ലൈക്ക് ദാറ്റ്. സോ അതെനിക്ക് വളരെ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഇത് റിയലി വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് തീരുമാനിച്ചു? ലെറ്റ്സ് പോസ് ഫോർ നൗ. വട്ട് എവർ ഐ നീഡ് ടു ഡു ഫ്രം മൈ പാർട്ട് ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി വേറെ ആൾ ചെയ്യേണ്ട കാര്യമാണ്. സോ ഐ ട്രസ്റ്റ് ആൻഡ് ഐ വാല്യൂ ആൻഡ് റെസ്പെക്റ്റ് ദ അതർ പേഴ്സൺ. അവർ ചെയ്യും, എനിക്കറിയാം. ആൻഡ് ഈ പ്രൊജക്റ്റ് വിൽ ബി റിയലി എ സൂപ്പർ ഞാൻ ശരിക്കും ടു മച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. ആൻഡ് ഐ സ്റ്റാർട്ട് ടു ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് ഐ നീഡ് ടു അതർ ദാൻ ദാറ്റ്. യു വോണ്ട് ഈവൻ ബിലീവ് the project that was going on for 6 months, which was lagging so long, start to change as soon as I took my focus out of it, and it got finished in 2 weeks. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെ ഔട്ട്കം കൺട്രോൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ റിസൾട്ട് ക്യാൻ ഹാപ്പൻ റിയലി ക്വിക്ക്. അത് മാത്രമല്ല, വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയല്ലോ, ഇന്നത്തെ ദിവസം മൊത്തം പോക്കാം. അതായത് നമുക്കൊരു മൂഡ് ശരിയില്ല. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ യു സീംസ് ലൈക്ക് ട്രാഫിക് ബ്ലോക്ക് പെട്ട്, അല്ലെങ്കിൽ ചായ തട്ടി മറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാല് ഡോറിനോട് തട്ടിപ്പോയി, ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഓർ നിങ്ങൾ ടയർ പഞ്ചറായി, ലൈക്ക് ദാറ്റ്. സംടൈംസ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ചില ദിവസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആകപ്പാടെ വളരെ നല്ല ജോവിയൽ വൈബ്, ഗുഡ് വൈബാണ്. ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വളരെ ഇതാണ്, നിങ്ങളുടെ പ്ലാൻസ് എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. ചില ദിവസങ്ങൾ അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമ്മളുടെ വൈബ്, ആ വൈബിന് മാച്ചായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പം അത് ഒരു എനർജി അലൈൻമെൻറ്റാണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളോട് എന്താണ് ചോദിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി റിയലി നിങ്ങളെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് മോർ ലൈക്ക് നെഗറ്റീവായി തിങ്കിങ് ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണോ, അല്ല നിങ്ങളെ പാട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണോ? ആ ആൻസറിലാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട കാര്യമാണോ നിങ്ങൾ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാനുള്ള
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസർ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചെറിയ എക്സസൈസ് പറയാം. നിങ്ങൾ ഈ ഒരു പാത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ എക്സസൈസ് പറയാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഒരു തടസ്സവും ഇല്ല. പക്ഷേ നിങ്ങളെ മനസ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പം ചെയ്യാം, കുളിക്കുമ്പം ചെയ്യാം, ഭക്ഷണം കഴിക്കുമ്പം മനസ്സിൽ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ് അത്. ഡീപ്പ് ബ്രെത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക ഒരു 5 times. റിയലി ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. കാം ഡൗൺ ആൻഡ് റിയലി ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. അങ്ങനെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ആയ ആ സ്റ്റേജിൽ നിങ്ങൾ പറയുക, എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ടാണ് നടക്കുന്നത്. ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നെ ഓൾവേസ് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ വിശ്വസിക്കുന്നു. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും വളരെ പവർഫുള്ളാണ്. അപ്പം നിങ്ങൾ ഇതുവരെ എല്ലാം നെഗറ്റീവായി തിങ്ക് ചെയ്യും, മറ്റേ സൈഡ് ഓഫ് ദ പാറ്റേണിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്ലോലി യു ആർ കമ്മിങ് ഇൻ ടു ദിസ് സൈഡ് ഓഫ് ദ പാത്ത്. സോ ഇന്ന് എന്നെ മറക്കാതെ നിങ്ങൾ അത് ചെയ്തു നോക്കൂ. ആൻഡ് നിങ്ങളത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാൻ വീണ്ടും. അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.